വീണ്ടും കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി ശശി തരൂർ. മോദി സർക്കാരിന്റെ വികസന പദ്ധതികളിൽ മതവിവേചനം ഇല്ല. PM ശ്രീയിൽ കാവ്യവൽക്കരണം കാണുന്നില്ല. സംസ്ഥാന സർക്കാരിനേക്കാൾ വികസനം നടപ്പിലാക്കിയത് കേന്ദ്രമെന്നും തരൂർ. മുനമ്പം സമരം നാളെ അവസാനിപ്പിക്കുന്നതിൽ സമരസമിതിയിൽ ഭിന്നത. പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്ത്. പുതിയ പന്തൽ കെട്ടി സമരം തുടങ്ങുമെന്ന് പ്രഖ്യാപനം. ഒതായി മനാഫ് വധക്കേസിൽ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് ജീവപര്യന്തം തടവ്. 1 ലക്ഷം രൂപ പിഴ രണ്ടാം സാക്ഷി ഫാത്തിമയ്ക്ക് നൽകണം. ശിക്ഷ വിധിച്ചത് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. കർണാടകയിൽ മഞ്ഞുരുകുന്നു. ഹൈക്കമാൻഡ് എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്ന് സിദ്ധരാമയ്യയും DK ശിവകുമാറും. വരുന്ന തെരഞ്ഞെടുപ്പിലും ഒരുമിച്ച് തന്നെയെന്ന് നേതാക്കൾ. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. മരണം 100 കടന്നു. 2 ലക്ഷത്തോളം പേർ ദുരിതത്തിൽ. 60ഓളം മലയാളികൾ വിമാനത്താവളത്തിൽ കുടുങ്ങി. കാറ്റ് ഇന്ത്യൻ തീരത്തേക്ക്. തമിഴ്നാട്ടിൽ തീരദേശ ജില്ലകളിൽ റെഡ് അലർട്ട്.